നമസ്കാരം. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ബൈബിളിലെ ഒരുപക്ഷെ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാക്യത്തെക്കുറിച്ചാണ്. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്നും മനസ്സ് തകർന്നവരെ അവർ രക്ഷിക്കുന്നുവെന്നു പറയുന്ന ആ വാക്കുകൾ. അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തില് എപ്പോഴെങ്കിലും ഹൃദയം നുറുങ്ങാത്തവരായി ആരും കാണില്ല. ചിലപ്പോ അത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടങ്ങളാകാം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനകളാകാം. ചിലപ്പോ മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനങ്ങൾ, നമ്മളെ തനിച്ചാക്കുന്ന ഒറ്റപ്പെടൽ. എന്തിന്, ഒരുപാട് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോകുമ്പോൾ പോലും നമ്മുടെ ഹൃദയം തകർന്നു പോയേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. നമ്മുടെ നുറുങ്ങിയ ഹൃദയം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അത് ദൈവത്തെ നമ്മുടെ ഏറ്റവും അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ വാക്യം എവിടെ നിന്നാണ് വന്നത്, ആരാണിത് എഴുതിയത് എന്നൊക്കെ നമ്മൾ അറിയണം. കാരണം ഈ വാഗ്ദാനം ഇത് ജനിച്ചത് തന്നെ വലിയ വേദനയിൽ നിന്നാണ്. ഇതാരോ പുസ്തകം വായിച്ചു പഠിച്ചെഴുതിയൊരു തത്വമല്ല, മറിച്ച് ആഴത്തിലുള്ളൊരു അനുഭവത്തിന്റെ സാക്ഷ്യമാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. ഒരു കാലത്ത് ഇസ്രയേലിലെ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു അദ്ദേഹം. അധികാരവും പ്രതാപവും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന ഒരാൾ. എന്നാൽ പിന്നീട് കാലം മാറി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശത്രുക്കളിൽ നിന്ന് ഓടിയൊളിക്കേണ്ടി വന്ന ഒരു അഭയാർത്ഥിയായി ദാവീദ് മാറി. എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ. അവസ്ഥ അതിലും പരിതാപകരമായി. ഒരു ഘട്ടത്തില് ശത്രുക്കളുടെ മുന്നിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭ്രാന്തനായി അഭിനയിക്കേണ്ട ഗതികേട് പോലും ദാവീദിനു വന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, രാജാവിൽ നിന്ന് അഭയാർത്ഥിയിലേക്ക്, അവിടെ നിന്ന് ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലേക്ക്. അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ദാവീദ് ഈ വാക്കുകൾ എഴുതുന്നത് കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിലിരുന്നു കൊണ്ടല്ല, മറിച്ച് ജീവിതം മുഴുവൻ തകർന്നു എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് ഇത്രയധികം ജീവനുള്ളത്. ഇത് പുസ്തകത്തിലെ അറിവല്ല, അനുഭവത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ്. ശരി, അപ്പോ എന്താണ് ഈ നുറുങ്ങിയ ഹൃദയം എന്ന് ബൈബിൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇതൊരു സാധാരണ സങ്കടമല്ല കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ടൊരു വഴിയുമില്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയാണിത്. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിശ്വാസം ബാക്കിയുണ്ടാകും, പക്ഷേ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും വാക്കുകൾ കിട്ടാതെ അത് വെറും കണ്ണുനീരായി മാത്രം മാറുന്ന ഒരു സമയം. അതാണ് നുറുങ്ങിയ ഹൃദയം. അതുകൊണ്ടാണ് ദാവീദ് തന്നെ സങ്കീർത്തനം 51 ഇങ്ങനെ പറയുന്നത്: ദൈവമേ, നുറുങ്ങിയതും തകർന്നതുമായ ഒരു ഹൃദയത്തെ നീ ഒരിക്കലും നിരസിക്കുകയില്ല എന്ന്. ദൈവം ഈ അവസ്ഥയെ എത്രമാത്രം വിലപ്പെട്ടതായി കാണുന്നുവെന്നാണത് വ്യക്തമാക്കുന്നത്. അപ്പോ ഇവിടത്തെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: ലോകം ഒരുപക്ഷെ നമ്മുടെ തകർച്ചകളെയും ബലഹീനതകളെയും ഒരു കുറവായി കണ്ടേക്കാം, നമ്മളെ അവഗണിച്ചേക്കാം. എന്നാൽ ദൈവം അതിനെ കാണുന്നത് തന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും സത്യസന്ധമായ ഒരു അവസരമായിട്ടാണ്. ഇനി നമുക്ക് ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവം ദൂരെ എവിടെയോ ഇരുന്ന് നമ്മളെ നോക്കിക്കാണുന്നു എന്നല്ല ഇവിടെ പറയുന്നത്, അവൻ സമീപസ്ഥനാണെന്നാണ്. ദൂരെ നിന്ന് കാണുന്നു എന്നതും അടുത്ത് വന്നിരിക്കുന്നു എന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലേ? ദൂരെ നിന്ന് കാണുന്നത് വെറും ഒരു നിരീക്ഷണമാണ്. എന്നാൽ സമീപസ്ഥനായിരിക്കുക എന്നു പറഞ്ഞാൽ അത് സജീവമായ, ഇടപെടുന്ന ഒരു സാന്നിധ്യമാണ്. എന്താണ് ഈ സമീപസ്ഥൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് നമ്മളെ ഒരു സാഹചര്യത്തിലും തനിച്ചാക്കാത്ത, കൈവിടാത്ത ഒരു ദൈവമാണ്. ചുറ്റും ഭയങ്കര നിശബ്ദതയാണെന്ന് തോന്നുമ്പോൾ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമാണ്. നമ്മുടെ കണ്ണീരിന്റെ അരികില് ഒന്നും മിണ്ടാതെ വന്നിരിക്കുന്ന ഒരു യഥാർത്ഥ കൂട്ടുകാരനാണ്. നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു ചെറിയ കുഞ്ഞ് ഓടിക്കളിക്കുന്നതിനിടയിൽ നിലത്ത് വീണു ഉറക്കെ കരയുകയാണെങ്കിൽ സങ്കൽപ്പിക്കുക. അത് കാണുന്ന ഒരു അമ്മയുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? ഓടിച്ചെന്ന് മുറിവിൽ മരുന്ന് വയ്ക്കുക എന്നതായിരിക്കില്ല, അല്ലേ? മറിച്ച് ആ കുഞ്ഞിനെ വേഗം വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു പിടിക്കുക എന്നതായിരിക്കും. ആ അമ്മയുടെ സാമീപ്യം, ആ ചേർത്തു പിടിക്കൽ, അത് മാത്രം മതി ആ കുഞ്ഞിന്റെ വേദനയെ സഹനീയമാക്കുന്ന ഒന്നാക്കി മാറ്റാൻ. കണ്ടില്ലേ? അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സാമീപ്യവും. അത് നമ്മുടെ വേദനയെ സഹനീയമാക്കുന്നു. ഇനി ആ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്താണ് ഈ രക്ഷ എന്ന് പറയുന്നത്? ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അവൻ രക്ഷിക്കും എന്നൊരു ഭാവികാല വാഗ്ദാനമല്ല അവിടെ പറയുന്നത്. അവൻ രക്ഷിക്കുന്നുവെന്നാണ്.
അതായത് ഇതൊരു ഭാവിയിലെ പ്രതീക്ഷ മാത്രമല്ല, ഇപ്പോൾ ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ രക്ഷ പല രീതിയിലാകാം. ചിലപ്പോൾ ദൈവം നമ്മളെ ആ പ്രതിസന്ധിയിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നേക്കാം. മറ്റു ചിലപ്പോൾ ആ സാഹചര്യത്തിന്റെ നടുവിൽ തന്നെ തളരാടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തന്നുകൊണ്ടാവാം. എന്നാൽ എല്ലാം ഇപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്: പൂർണ്ണമായ നാശത്തിലേക്ക് വീണുപോകാതെ അവൻ നമ്മെ കാത്തുസൂക്ഷിക്കുന്നു. ഇതിന് ബൈബിളിൽ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട്. 2 കൊരിന്ത്യർ 4-ൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ എല്ലാ വശത്തും ഞെരുക്കപ്പെടുന്നു, എന്നാലും തകർന്നു പോകുന്നില്ല. ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാകുന്നു, പക്ഷേ നിരാശപ്പെടുന്നില്ല. ഇതാണ് തകർച്ചയുടെ നടുവിലുള്ള രക്ഷ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന നിമിഷങ്ങൾ, ഏറ്റവും വലിയ തകർച്ചയുടെ അനുഭവങ്ങൾ, അവ ദൈവം ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ബൈബിളിലേക്കൊന്ന് നോക്കിയാൽ നമുക്കിത് കാണാം. യോസേഫ് തടവറയിൽ കിടന്നപ്പോഴാണ് വലിയൊരു ഭരണാധികാരിയായി മാറിയത്. ദാവീദ് ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങൾ എഴുതിയത്. ഏലിയാവ് ഒരു ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ദൈവം അവന് പുതിയ ദൗത്യം നൽകിയത്. പത്രോസ് കണ്ണീരോടെ കരഞ്ഞ ആ രാത്രിക്ക് ശേഷമാണ് ധൈര്യമുള്ള അപ്പോസ്തലനായി മാറിയത്. നമ്മുടെ തകർച്ചയുടെ ഇടങ്ങൾ ദൈവത്തിന്റെ പണിശാലകളാണ്. അതുകൊണ്ട് ഇന്ന് ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരോട് ഈ വചനം ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങൾ തകർന്നിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങൾ ഒരു നാളും ഒരിടത്തും ഉപേക്ഷിക്കപ്പെട്ടവരല്ല.